ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ എന്ന സ്റ്റോറി മനസ്സിലാക്കി. അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മനസ്സിലാക്കി. ഇനി ഈ വീഡിയോയിൽ അതിൻ്റെ ഫർദർ ആക്ടിവിറ്റീസാണുള്ളത്. നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായി വായിച്ചതിന് ശേഷം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. ഈ സ്റ്റോറി ട്രീയിൽ എന്തൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൻ ഇവൻറ്റ്സ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. നമുക്കറിയാം ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്. ഇതിൽ ഗ്രാൻഡ് ഫാദറിനെ കൊടുത്തിട്ടുണ്ട്, ബോയിനെ കൂടെ, പിന്നെ ആരൊക്കെയുള്ളത്, ഗ്രാൻഡ് മദറുണ്ട്, മംഗൂസ് ഉണ്ട്, കോബ്രയുണ്ട്, ക്രോ ഉണ്ട്, മൈനയുണ്ട്. ദെൻ ഗ്രാൻഡ് മദർ വഴക്ക് കൂടുന്ന ഫ്രൂട്ട് വെൻഡർ ഉണ്ട്. പിന്നെ നമ്മുടെ സ്ക്വറലുണ്ട്. സ്ക്വറലിൻ്റെ അവസാനത്തെ ഫ്രണ്ട് ആരാണ്, വൈറ്റ് റാറ്റ് ഉണ്ട്. ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ക്യാരക്ടേഴ്സ് തന്നെയാണ് സ്റ്റോറിയിൽ. ഇനി മേജർ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്. ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വറൽ, അതാണ് ഫസ്റ്റ് മേജർ ഇവൻറ്റ്, റൈറ്റ്. ദെൻ ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര. പിന്നെയോ അവസാനം ദ ബർത്ത് ഓഫ് 3 വൈറ്റ് സ്ക്വറൽസ്. ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോറി എവിടെ നടക്കുന്നു എന്നുള്ളതാണ്. സ്റ്റോറി എവിടെയാണ് നടക്കുന്നത്, ബനിയാൻ ട്രീയിലും ആൻഡ് ഗാർഡൻ ബിലോ ദ ബനിയാൻ ട്രീയിലും ആണ്. ഓക്കെ, സെക്കൻഡ് ആക്ടിവിറ്റി, ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്വറൽ. സ്ക്വറലുമായി ചങ്ങാത്തം കൂടിയതിൽ ബോയ് വളരെ ത്രിൽഡ് ആയിരുന്നു, വളരെ സന്തോഷവാനായിരുന്നു. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടെല്ലിങ് ഹിം അബൌട്ട് ഹിസ് ന്യൂ ഫ്രണ്ട്. അവൻ ആ എക്സൈറ്റ്മെൻറ്റൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എങ്ങനെയായിരിക്കും? അപ്പോൾ നിങ്ങൾ എഴുതൂ, നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുക. ഈ സ്ക്വറലുമായി ചങ്ങാത്തം കൂടിയ ആ ബോയാണ് നിങ്ങളെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു ലെറ്റർ എഴുതി നോക്കൂ. അത് തന്നെ ശരിയായിരിക്കും. ഇതിലൊരു അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിയർ ശ്രാവൺ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ യുവേഴ്സ് ലവിങ്ലി. ഇത് ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഇതെന്തായാലും നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണം. ആദ്യം നമ്മൾ അഡ്രസ്സ് കൊടുക്കണം, അതിനുശേഷം അടിയിൽ ഡേറ്റ് കൊടുക്കണം, പിന്നെ അവരെ അഭിസംബോധന ചെയ്യണം, ഡിയർ ശ്രാവൺ, പിന്നെ അവർക്ക് സുഖമാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കണം. ഏറ്റവും അവസാനം യുവേഴ്സ് ലവിങ്ലി നിങ്ങളുടെ പേര് എഴുതാം. ഇവിടെ ഞാനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ മാറ്റാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. ഇവിടെ ശ്രുതി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡിയർ ശ്രുതി, ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് എൻജോയിങ് യുവർ വെക്കേഷൻ ദെയർ. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം കേട്ടോ. വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഐ ആം ഫൈൻ എൻജോയിങ് മൈ വെക്കേഷൻ ഹിയർ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ എൻ്റെ വെക്കേഷൻ ഇവിടെ ആസ്വദിക്കുന്നുണ്ട്. ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു ടെൽ യു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാനുണ്ട്. ഐ ഹാവ് മെയ്ഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വറൽ. ഞാനൊരു അണ്ണാനുമായി ഇവിടെ ചങ്ങാത്തം കൂടിയിട്ടുണ്ട്. അറ്റ് ഫസ്റ്റ് ഹി വാസ് അഫ്രെയ്ഡ് ഓഫ് മീ. ആദ്യം അത് എന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഗേവ് ഹിം പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. പിന്നെ ഞാനതിന് കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. സൂൺ ഹി ലോസ് ഹിസ് ഫിയർ ആൻഡ് ബിഗാൻ ടു ഈറ്റ് ഫ്രം മൈ ഹാൻഡ്സ്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പേടിയൊക്കെ മാറി എൻ്റെ കയ്യിൽ നിന്ന് വരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഹി ഈവൻ യൂസ് ടു സെർച്ച് മൈ പോക്കറ്റ്സ് ഫോർ സംതിങ് ടു ഈറ്റ്. അല്ലെന്ന് തിന്നാനുണ്ടോയെന്നൊക്കെ എൻ്റെ പോക്കറ്റിൽ വരെ അവൻ നോക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദർ ബോട്ട് എ വൈറ്റ് റാറ്റ് ഫ്രം ദ ബാസാർ ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. പിന്നെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ ഒരു വൈറ്റ് റാറ്റിനെ കൊണ്ടുവന്നു ചന്തയിൽ നിന്ന്. സ്ലോലി ഐ ടുക്ക് ഇറ്റ് ടു ദി ബനിയൻ ട്രീ വേർ ഐ ഹാഡ് മെയ്ഡ് എ പ്ലാറ്റ്ഫോം. ഞാൻ ബനിയൻ ട്രീയിൽ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പതുക്കെ ഞാൻ വൈറ്റ് റാറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. സൂൺ ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ സ്ക്വറൽ ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. പെട്ടെന്ന് തന്നെ വൈറ്റ് റാറ്റും സ്ക്വറലും വളരെ പിരിയാത്ത സുഹൃത്തുക്കളായി മാറി, ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. ദേ ഓഫൺ വെൻറ്റ് ഫോർ ഷോർട്ട് എക്സ്കേർഷൻസ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്. അവർ ട്രീയിലെ കൊമ്പുകളിലൂടെയൊക്കെ ചെറിയ എക്സ്കേർഷനൊക്കെ ഒരുമിച്ച് നടത്താൻ തുടങ്ങി, ടൂറൊക്കെ പോകാൻ തുടങ്ങി. ദ സ്ക്വറൽ ബിൽറ്റ് എ നെസ്റ്റ്. അണ്ണാൻ അവിടെ ഒരു കൂടുണ്ടാക്കി. ക്രാമിങ് ഇറ്റ് വിത്ത് ദ നിറ്റിംഗ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിൻ്റെ തയ്യൽ സൂചിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് ഇയാൾ നെസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. വൺ ഡേ ഐ സോ 3 വൈറ്റ് ബേബി സ്ക്വറൽസ് ഇൻ ദ നെസ്റ്റ്. ഒരു ദിവസം
ഞാനതിനകത്ത് 3 വൈറ്റ് ബേബി സ്ക്വിറൽസിനെ കണ്ടു. മൈ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ വൈറ്റ് റാറ്റ് വാസ് ദ ഫാദർ ഓഫ് ദ 3 ബേബീസ്. അപ്പം എൻ്റെ അത്ഭുതത്തിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ആ വൈറ്റ് റാറ്റായിരിക്കും ഈ കുഞ്ഞ് ബേബി സ്ക്വിറൽസിൻ്റെ ഫാദർ എന്ന്. ഇറ്റ് വാസ് റിയലി എ വണ്ടർ ടു മീ. ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ബട്ട് മൈ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ഇറ്റ് വാസ് പോസിബിൾ ഫോർ വൈറ്റ് റാറ്റ്സ് ടു ഹാവ് ബേബീസ് ഫ്രം സ്ക്വിറൽസ് ആസ് ദേ കം ഫ്രം ദി സെയിം ഫാമിലി ഗ്രൂപ്പ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണാനും എലിയും സെയിം ഫാമിലി ഗ്രൂപ്പ് തന്നെ ആയതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്ക്വിറലിന് വൈറ്റ് സ്ക്വിറൽ കുഞ്ഞുങ്ങളുണ്ടായതെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയിരിക്കുകയാണ്. അവസാനം ലെറ്റർ നിർത്തുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് മൈ എക്സ്പീരിയൻസ്. എൻ്റെ അനുഭവം നീയും ആസ്വദിച്ചു എന്ന് കരുതുന്നു. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പേരൻസ്. നിൻ്റെ മാതാപിതാക്കളോട് എൻ്റെ അന്വേഷണം അറിയിക്കണം. വിഷ് ടു ഹിയർ ഫ്രം യു. നിൻ്റെ അടുത്തുനിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഡു റിപ്ലൈ സൂൺ. മറുപടി പ്രതീക്ഷിക്കുന്നു. യുവേഴ്സ് ലവിംഗ്ലി, സ്നേഹപൂർവ്വം, റസ്കിൻ. ഇതാണ് നമ്മുടെ ലെറ്റർ. ഇനി നിങ്ങളുടെ ലെറ്റേഴ്സൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നാൽ ഞാൻ കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. തേർഡ് ആക്ടിവിറ്റി, വാച്ചിങ് ദ നേച്ചർ അറൗണ്ട് us ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി നോക്കിക്കാണുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകളുണ്ട്. ദ ബോയ് ഇൻ ദി സ്റ്റോറി നരേറ്റ്സ് സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂ അനിമൽസ്. ഈ കഥയിലെ നമ്മുടെ ബോയ് ചില അനിമൽസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, ചില പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. ലിസ്റ്റ് ദം ഔട്ട്. നിങ്ങളവ ലിസ്റ്റ് ചെയ്യുമോ? സ്ക്വിറലിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം. സ്ക്വിറലിൻ്റെ എന്താ തന്നിട്ടുള്ളത്? ദ സ്ക്വിറൽ വാസ് വെരി യങ്. ബോയ് പറയുന്ന സ്ക്വിറൽ വളരെ യങ് ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് വാസ് സ്മോൾ, ചെറുതായിരുന്നു. ആൻഡ് ഗ്രേ ഇൻ കളർ എന്താണ്? ഗ്രേ കളറാണ്. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ ഇറ്റ് ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. ബോയ് വളരെ ഹാംഫുള്ളൊന്നുമല്ല മനസ്സിലാക്കിയതിന് ശേഷം അണ്ണാൻ പെട്ടെന്ന് കൂട്ടായി. ഇറ്റ് ട്രസ്റ്റഡ് ദ ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. അണ്ണാൻ ബോയെ വിശ്വസിച്ചു ആൻഡ് കയ്യിൽ നിന്ന് വരെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ സ്നേക്കിൻ്റെ അപ്പം എന്തായിരിക്കും? ദ കോബ്ര വാസ് ഹ്യൂജ് ആൻഡ് ബ്ലാക്ക്. കോബ്ര ബ്ലാക്ക് കളറാണ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താ? വലുതാണ്. ഇറ്റ് വാസ് സ്കിൽഫുൾ ആൻഡ് ആൻ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. വളരെ കഴിവുള്ളവനും അനുഭവസമ്പത്തുള്ളതുമായ ഒരു പോരാളിയാണ്. ഇറ്റ് വാസ് 6 feet ലോങ്. 6 അടി നീളമുണ്ട്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സ്വിഫ്റ്റ്ലി വളരെ വേഗത്തിൽ മൂവ് ചെയ്യാനും പ്രകാശവേഗത്തിൽ തന്നെ കൊത്താനും അതിന് ശേഷിയുണ്ട്. ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺ. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള പല്ലുകൾക്ക് പിന്നിലുള്ള സഞ്ചി മുഴുവൻ മാരകമായ വിഷമാണ്. ബട്ട് ദ മംഗൂസ് പ്രൂവ്ഡ് ടു ക്ലെവർ ഫോർ ദ കോബ്ര. പക്ഷേ മംഗൂസ് വളരെ സമർത്ഥനാണ് കോബ്രയുടെ മുമ്പിൽ അല്ലേ? നെക്സ്റ്റ് ആരുടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? മംഗൂസിൻ്റെ എന്താണ്? മംഗൂസ് വാസ് ഗ്രേ ഇൻ കളർ. അത് ഗ്രേ കളറാണ്. ഇറ്റ് വാസ് 3 feet ലോങ്. 3 അടി നീളമാണുള്ളത്. ഇറ്റ് വാസ് എ സൂപ്പർബ് ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. സൂപ്പർബ് ഫൈറ്ററാണ്, ക്ലവർ സമർത്ഥനാണ്, അഗ്രസീവ് ആക്രമണകാരിയാണ്. വെൻ ദ സ്നേക്ക് റേസ്ഡ് ഹൈ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് broad spectacled hood, mongoose bushed his tail. സ്നേക്ക് 3 അടിയോളം ഉയർന്നിട്ട് തൻ്റെ ഹുഡൊക്കെ ഇങ്ങനെ വിടർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയപ്പോൾ മംഗൂസ് എന്ത് ചെയ്തു? തൻ്റെ ടെയിൽ ഇങ്ങനെ ബുഷ്ഡ്, കുറ്റിച്ചെടി പോലെ നിവർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് ടു പ്രിവെൻറ്റ് ദ ബൈറ്റ് ഫ്രം ദ സ്നേക്സ് ഹാം ഹിസ് ബോഡി. പാമ്പിൻ്റെ കടികളിൽ നിന്നൊക്കെ അവനെ രക്ഷിച്ചിരുന്നത് അവൻ്റെ പുറത്തെ ഈ ലോങ് തിക്ക് ഹെയർ ആയിരുന്നു. ഫൈനലി ഇറ്റ് കിൽഡ് ദ സ്നേക്ക് ആൻഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ കാക്ടസ് ബുഷ്. ഫൈനലി എന്ത് സംഭവിച്ചു? മംഗൂസ് പാമ്പിനെ കൊന്നു. അതിന് കാക്ടസ് ബുഷിൻ്റെ അടിയിലോട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോയി. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ബോയ് യൂസ് ടു ഗീവ് ദ മംഗൂസ് സ്ക്രേപ്സ് ഫ്രം ദ കിച്ചൺ.
കിച്ചണിലെ അവശിഷ്ടങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദറിന് മംഗൂസിന് നൽകുമായിരുന്നു. ഇറ്റ് ഓൾസോ സ്റ്റോൾ എഗ്സ് ഫ്രം ദ പോൾട്രി. അത് നമ്മുടെ കോഴിക്കൂട്ടിലെ എഗ്സൊക്കെ മോഷ്ടിക്കുമായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹാം ദ ചിക്കൻസ് ദെയർ. പക്ഷെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും വരുത്തുമായിരുന്നില്ല. ഇതൊക്കെയാണ് 6. ഇനി 4th ആക്ടിവിറ്റി. The boy was thrilled at seeing the fight between the cobra and the mongoose. കോബ്രയുടെയും മംഗൂസിൻ്റെയും ഫൈറ്റ് കണ്ടിട്ട് ബോയ് ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. കാരണം അത്രയും ആവേശത്തോടെ കീരിയും പാമ്പും അടികൂടുന്നതൊന്നും ഇവൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. യു മേ ആൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്. നിങ്ങൾക്കും സ്റ്റോറി വായിച്ചു കഴിഞ്ഞപ്പം ആ ബോയ് അനുഭവിച്ച പോലത്തെ ഫീലിംഗ് ഒക്കെ നിങ്ങൾക്കും കിട്ടിയില്ലേ? നരേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ആ ബോയ് നമുക്ക് പറഞ്ഞു തന്ന സ്റ്റോറി നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാൻ. അത് നിങ്ങളല്ലേ എഴുതേണ്ടത്? യെസ്, ഇവിടെ ഞാൻ എൻ്റേതായ വാക്കുകളിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കൂ. The boy was sitting on the platform halfway up the tree. It was an April afternoon. Warm breezes had sent everyone indoors. The boy was thinking of going for a swim when he saw a black cobra coming out of a group of cactus. It was looking for a cooler place in the garden. A mongoose also came out and went towards the cobra. They came face to face. അവർ മുഖാമുഖം വന്നു. The cobra knew that the 3 feet long mongoose is a superb fighter, clever and aggressive. But the cobra was also a skillful and experienced fighter. He could move swiftly and strike the mongoose. His sharp teeth were full of poison. It was a battle of champions. The cobra hissed. Cobra എന്നുള്ള ശബ്ദം ഉണ്ടാക്കി. His tongue darted in and out. അതിൻ്റെ നാവിങ്ങനെ പുറത്തോട്ടും അകത്തോട്ടും ഇട്ടു. It raised it 3 feet high and raised its broad spectacled hood. പത്തിയൊക്കെ വിടർത്തി. And mongoose was also ready to fight. Its hair on the spine stood up like bushes. They would help him to prevent his body from getting bitten. A myna and a jungle crow were watching the fight. At one point, they dived towards the cobra, but they missed it. The myna went back to safety. The crow was trying to turn around, but it was struck by the cobra and died soon. The mongoose proved too clever, and finally it killed the cobra. Mongoose dragged cobra into the bush. ഇതാണ് ആ ഇൻസിഡൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് തന്നെ നമ്മൾ പറയുന്ന പോലെ എഴുതിയാൽ മതി. 5th ആക്ടിവിറ്റി. And amongst the wool were the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels. ആ വോളിൻ്റെ ഉള്ളിൽ 3 baby squirrels ഉണ്ടായിരുന്നു. അത് 3 വൈറ്റ് ആയിരുന്നു. ബോയ്ക്ക് അവൻ്റെ അത്ഭുതം അടക്കി വയ്ക്കാനായില്ല. If he scribbled down this unforgettable sight in his diary, how would it be? അവൻ അന്നത്തെ ദിവസത്തെ ഡയറിയിൽ ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? നിങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ ഡയറി എഴുതുന്നവരുണ്ടാവും അല്ലേ? നിങ്ങളൊന്ന് എഴുതി നോക്കൂ, എങ്ങനെയായിരിക്കും? Today is an unforgettable day in my life. Yesterday, Grandma's knitting was missing and was searched everywhere, but we missed it. Today, when I saw the glint from the nest of the squirrel, I went to investigate. It was the end of Grandma's knitting. To my surprise, I saw 3 white baby squirrels among the wool. I had never seen white squirrels in my life. I was puzzled. I decided to tell my grandfather about it. Grandfather was also puzzled as he had never seen white squirrels. Then he said that rats and squirrels were of the same family group, so there is a possibility to have offsprings for them. The squirrel was the mother and the white rat was the father of the white babies. This world is full of wonders. നമ്മളുടെ ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ ഡേറ്റ് എഴുതണം. എന്നിട്ട് വേണം നമ്മുടെ എക്സ്പീരിയൻസ് എന്ത് വേണേലും എഴുതാം. ഓക്കെ. 6th ആക്ടിവിറ്റി. The silhouettes of some scenes from the story are given here. Identify the scenes and give cut lines. അതിൽ ഓരോ ഔട്ട്ലൈൻസ് തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ എന്താണ്? സ്ക്വറൽ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കുന്നത്. The small squirrel became friendly and familiar enough to take food from his hands. രണ്ടാമത്തെ എന്താണ്? അവൻ ആ മരത്തിൽ ചാരിയിരുന്ന് കഴിക്കുന്നത് അല്ലേ? അതെന്താണ്? The small squirrel, അത് പറഞ്ഞു.
The boy built a platform on the banyan tree and he brought cushions from the house to sit on. Propping on a branch, he could read books. Next, ക്രോയും മൈനയും കോബ്രയുടെ അടുത്തോട്ട് പോകുന്നത് അല്ലേ. മൈന ആൻഡ് ദ ക്രോ ആർ ട്രൈയിങ് ടു അറ്റാക്ക് ദ കോബ്ര വിച്ച് ഇസ് ഓൾറെഡി ഫൈറ്റിംഗ് വിത്ത് ദ മംഗൂസ്. നെക്സ്റ്റ് ദ റിയൽ ഫൈറ്റ്, മംഗൂസും കോബ്രയും തമ്മിലല്ലേ. The mongoose was able to kill the cobra and it is being dragged into the bush by the mongoose. ഇനി രണ്ടെണ്ണമുണ്ട്. അതിലെന്താണ്, ഒന്ന് വൈറ്റ് റാറ്റും സ്ക്വറലും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. The white rat and the squirrel became very close friends. They even went for small excursions. They mated. Finally the squirrel built a nest and the white rat gave birth to 3 white baby squirrels. നെസ്റ്റിൽ 3 വൈറ്റ് ബേബി സ്ക്വറൽസിനെ കാണുന്നതാണ് അല്ലേ ലാസ്റ്റ് വൺ. ദ ബോയ് വാസ് അമേസ്ഡ് ടു സീ 3 വൈറ്റ് ബേബി സ്ക്വറൽസ് ഇൻ ദ നെസ്റ്റ്. ഹി നെവർ തോട്ട് ദിസ് കുഡ് ഹാപ്പൻ. 7th activity. A single banyan tree creates such beauty and harmony. How will it be if we have such beauty everywhere? What should we do for the conservation of nature? Discuss. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. വി ക്യാൻ ഡു മെനി തിങ്സ് ടു കൺസേർവ് നേച്ചർ. വി ഷുഡ് പ്ലാന്റ് ട്രീസ്. നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യണം. റെഡ്യൂസ് ഡിഫോറസ്റ്റേഷൻ ഫോർ കൾട്ടിവേഷൻ ആൻഡ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ഹൗസസ്. വനനശീകരണം, മരങ്ങൾ മുറിക്കുന്നതൊക്കെ ഒഴിവാക്കുക, കുറയ്ക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. നമ്മൾ രാസവളങ്ങളും പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. കീപ്പ് അവർ റിവേഴ്സ്, ലേക്സ്, പോൺസ് ആൻഡ് വെൽസ് ക്ലീൻ. പുഴകൾ, കായലുകൾ, കുളങ്ങൾ, കിണറുകൾ ഇതെല്ലാം ക്ലീനായി സൂക്ഷിക്കുക. റെഡ്യൂസ് അവർ ഡിപ്പെൻഡൻസി ഓൺ മോട്ടോർ വെഹിക്കിൾസ് വിച്ച് യൂസ് പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന മോട്ടോർ വെഹിക്കിൾസിനെ പരമാവധി ആശ്രയിക്കുന്നത് കുറയ്ക്കുക. പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തുക. പ്രിപ്പയർ എ ഡിജിറ്റൽ പോസ്റ്റർ ഓൺ ദ തീം ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ. എല്ലാവരും ഡിജിറ്റൽ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരില്ലേ? നെക്സ്റ്റ് 8th activity. The story Adventures in a Banyan Tree portrays the happy childhood of the writer blended with enchanting nature. Can the future generation enjoy such a beautiful life? ഇത് നമ്മുടെ ഓതറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ സ്റ്റോറിയിൽ കേൾക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പോഴുള്ള നിങ്ങൾക്കൊന്നും ഇത് ഈ പ്രകൃതി രമണീയമായ ലൈഫൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ലേ? അനലൈസ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പോർട്രേഡ് ഇൻ ദം. ഇനി കൊടുത്തിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കണം. എന്താണ് ഈ ചിത്രത്തിലെ പ്രശ്നം? കട്ടിങ് ഡൗൺ ട്രീസ്, ഡിഫോറസ്റ്റേഷൻ അല്ലേ. അവിടെ കുറേ മരങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. മരക്കുറ്റികൾ കാണാം. വനനശീകരണം. വാട്ട് ഈസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് ഓഫ് ദിസ്? ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ദ ട്രീസ് ഗിവ് us ഓക്സിജൻ. ട്രീസ് നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്. ദ റൂട്ട്സ് പ്രൊട്ടക്ട് ദ സോയിൽ ഫ്രം ഇറോഷൻ. വേരുകൾ നമ്മൾ ഇറോഷനിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. ദ ട്രീ ഇറ്റ് സെൽഫ് ഗിവ്സ് ഡ്വെല്ലിങ്സ് ടു വേരിയസ് ബേർഡ്സ് ആൻഡ് അനിമൽസ്. അനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഉള്ള താമസ സ്ഥലമാണ് ട്രീ. ബൈ കട്ടിങ് ഡൗൺ ട്രീസ് വി ആർ മേക്കിംഗ് ഡിസേർട്ട്സ്. നമ്മൾ ഭൂമി ഒരു മരുഭൂമിയാണ് ചെയ്യുന്നത്. ഇതിലെന്താണ്? നിറച്ചും പ്ലാസ്റ്റിക് വേസ്റ്റ് ആണല്ലേ. ഇഷ്യൂ എന്താ? അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംസ് എവ്രിവർ. ഹൗ വിൽ ദിസ് എഫക്ട് ദ എൻവയോൺമെൻറ്റ്? എങ്ങനെയാണിത് നമ്മുടെ പ്രകൃതിയെ മോശമായിട്ട് ബാധിക്കുന്നത്? ദ ഹോൾ പ്ലേസ് ബിക്കംസ് എ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപായിട്ട് മാറും. വാട്ടർ ബോഡീസ് വിൽ ബി ക്ലോഗ്ഡ് ആൻഡ് പൊല്യൂട്ടഡ്. ദർ വിൽ ബി നോ ക്ലീൻ വാട്ടർ. നമുക്ക് ശുദ്ധജലമൊന്നും കിട്ടില്ല. People, animals and birds will be struggling to get good water. Peaceful and healthy life becomes impossible. സമാധാനപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അസാധ്യമായി തീരും ഇത് തന്നെ മുന്നോട്ടാണെങ്കിൽ. നെക്സ്റ്റ് എന്താ ഇവിടെ ഇഷ്യൂ? കാർബൺ എമിഷൻ, ഓവർ ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തുവിടുന്നത്, കാർബൺ പുക. വാട്ട് ആർ ദ റീസൺസ് ആൻഡ് കോൺസിക്വൻസസ്? ഇതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും എന്തായിരിക്കും? ഓവർ ഇൻഡസ്ട്രിയലൈസേഷൻ പൊല്യൂട്ട്സ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഈവൻ ദ എയർ ബിക്കംസ് പോയ്സണസ് വിത്ത് ഡസ്റ്റ് ആൻഡ് സ്മോക്ക്. നമ്മുടെ അന്തരീക്ഷത്തിനെ തന്നെ മലിനീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എയറും അന്തരീക്ഷവും എല്ലാം പൊടിപടലങ്ങളും പുകയും കൊണ്ട് മലിനമാക്കപ്പെടുന്നു. ഡിസീസസ് സ്പ്രെഡ് റാപ്പിഡ്ലി, വളരെ വേഗം തന്നെ
ഡിസീസസ് ഒക്കെ രോഗങ്ങളൊക്കെ പടരാൻ ഇത് കാരണമാകും. ആൻഡ് പീപ്പിൾ ഡൈ ഓഫ് വേരിയസ് ഡിസീസസ്. മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകും. ഓക്കെ, ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ്. ഡു യു തിങ്ക് ദീസ് ആർ വെരി സീരിയസ് ത്രെറ്റ് ടു അവർ എർത്ത്? നമ്മുടെ ഭൂമിക്ക് ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ഭീഷണിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഓഫ് കോഴ്സ് ചിന്തിക്കുന്നില്ലേ? ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡംപിംഗ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് എവ്രിവെയർ ആൻഡ് എക്സസീവ് കാർബൺ എമിഷൻ ആർ സീരിയസ് ത്രെറ്റ് ടു അവർ എർത്ത്. They cause global warming and climate change. What are the possible solutions for these issues? എന്തൊക്കെയാണ് സൊല്യൂഷൻസ്? നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഇതിൻ്റെ സൊല്യൂഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? അഫോറസ്റ്റേഷൻ, നമ്മൾ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വനനശീകരണത്തിൽ നിന്ന് തടയാം. കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ്, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാം. അവോയ്ഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് യൂസ് ക്ലോത്ത് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ ഇവിടെ ഇപ്പോൾ കുറേയൊക്കെ ഉപയോഗം നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആൻഡ് യൂസ് ക്ലോത്തിൻ്റെ ബാഗ്സ് ഉപയോഗിക്കുക. ഡിസ്പോസ് ദ വേസ്റ്റ് പ്രോപ്പർലി, വേസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. കൺട്രോൾ കാർബൺ എമിഷൻ, റെഡ്യൂസ് യൂസിങ് മോട്ടോർ വെഹിക്കിൾസ് യൂസിങ് പെട്രോൾ ആൻഡ് ഡീസൽ as fuel, ഡിപ്പെൻഡ് മോർ ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അവോയ്ഡ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേസ് ആൻഡ് അതർ പൊല്യൂട്ടിങ് ഏജൻറ്റ്സ്. ഇതൊക്കെ അറിയാവുന്ന തന്നെ. നെക്സ്റ്റ് ലെറ്റ്സ് ലേൺ അബൌട്ട് വേർഡ്സ്. ഇനി കുറച്ച് ഗ്രാമറും വേർഡ്സും ഒക്കെ പഠിക്കാം. പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫൈറ്റ് ഓഫ് ഈച്ച് വാരിയസ്. സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയും ഫൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സും ഫ്രേസസും ഒക്കെ എടുത്ത് എഴുതാം. സ്നേക്കിനെ കുറിച്ച് 2 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മൂഡ് സ്വിഫ്റ്റ്ലി, വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗത്തിൽ കൊത്തുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്. സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്, അതിൻ്റെ പത്തി ഇങ്ങനെ വിടർത്തുന്നത്. സ്വേഡ് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ്. ട്രൈ ടു മെസ്മറൈസ് ദ മംഗൂസ്. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി. മംഗൂസിൻ്റെ എന്താണ്. ഡാർട്ടഡ് സ്വിഫ്റ്റ്ലി, വേഗത്തിൽ ഇങ്ങനെ നാക്ക് പുറത്തിടുന്നുണ്ട്. മെയ്ഡ് എ ഫെയിൻറ്റ് വൺ സൈഡ്. ബുഷ്ഡ് ഹിസ് ടെയിൽ. refused to meet the unwinking eyes of the snake. Jumped neatly to one side to avoid the bite. Bit the snake on the back. Okay. ഇനി ഒരു ഗ്രാമറാണ്. നിങ്ങൾ കമ്പാരിറ്റീവ് ഡിഗ്രിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? 3 സെൻറ്റൻസസ്. ഇറ്റ് വാസ് an old banyan tree. The tree was older than the house. It was the oldest banyan tree in the town. എന്താ ഈ സെൻറ്റൻസസിൻ്റെ പ്രത്യേകത? ഇൻ സെൻറ്റൻസ് 1, the adjective old merely tell us that banyan tree was old. It is a positive degree. അതായത് അഡ്ജക്റ്റീവിൻ്റെ 3 ഡിഗ്രീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. ഇവിടെ ബനിയാൻ ട്രീ എന്ന് പറയുന്നത് ഒരു ആൽമരം. നമുക്ക് ബനിയാൻ ട്രീ എങ്ങനെ വേണേലും പറയാം. പക്ഷേ ഓൾഡ് ബനിയാൻ ട്രീ എന്ന് പറയുമ്പോൾ നമുക്കതിനെ മോഡിഫൈ ചെയ്തു. എങ്ങനെ? അതൊരു പഴയ ബനിയാൻ ട്രീ. അപ്പോൾ ഓൾഡ് എന്നുള്ളത് ഇവിടെ അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഓൾഡിൻ്റെ 3 ഫോംസാണ് ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. അപ്പോൾ ഇവിടെ ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയാൻ ട്രീ. അത് സാധാരണ പോലെ നമ്മൾ പറയുന്നു അതൊരു പഴയ ബനിയാൻ ട്രീ ആണ്. അവിടെ ഇതിനെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ട്രീ, ബനിയാൻ ട്രീ, ഹൗസിനേക്കാൾ ഓൾഡറാണ്, പഴയതാണ്. ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പഴയതാണ്. ഇവിടെ എന്താണ്? കമ്പയർ ചെയ്യാണ് ചെയ്തത്. ഹൗസിനെയും ട്രീനെയും നമ്മൾ താരതമ്യം ചെയ്തു, കമ്പയർ ചെയ്തു. അപ്പോൾ എന്ത് നമ്മൾ ഉപയോഗിക്കും? ഓൾഡർ. അപ്പം ഇതിൻ്റെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരെന്താണ്? കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് ഓൾഡ്. ഓൾഡ് എന്നുള്ള വാക്കിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഓൾഡർ. The tree was older than the house. In third sentence, it was the oldest banyan tree in the town. ആ ടൗണിലെ ഓൾഡസ്റ്റ്, ഏറ്റവും പഴയ ബനിയാൻ ട്രീ ആണ് അത്. ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അതിനേക്കാളും പഴയത് അവിടെ ഇല്ല. ഇതാണ് ഏറ്റവും പഴയത്. ഓക്കെ. അപ്പോൾ എന്താണ്? അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി അതിനേക്കാളും മുകളിലൊന്നുമില്ല. അതാണ് ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് ഓൾഡ്. ഓക്കെ. അപ്പോൾ 3 ഡിഗ്രീസ് പഠിച്ചില്ലേ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പം നമ്മൾ പറയുകയാണ് ബ്യൂട്ടിഫുള്ളാണെന്ന് പറയുകയാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവൾ ബ്യൂട്ടിഫുള്ളാണ്, അത് പോസിറ്റീവ് ഡിഗ്രി. ഷീ ഈസ്
more beautiful than him. സപ്പോസ് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം അവൾ അവനേക്കാൾ ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് അവളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത് നമ്മൾ പറഞ്ഞത് കമ്പാരറ്റീവ് ഡിഗ്രി, മൂന്നാമത് നമ്മൾ പറഞ്ഞത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിനേക്കാളും വലുതൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി ഹിയർ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സ്യൂട്ടബ്ലി. ഒന്നാമത്തെ എന്താണ്? നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദി ക്രോ. ആസ് എന്ന് പറഞ്ഞാൽ അതുപോലെ, എപ്പോഴും നമ്മൾ സിമിലർ ആയിട്ടുള്ള, അതുപോലെ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആസ് എന്ന് പറയാം. അപ്പോൾ എന്താണ്? ആസ് ക്ലെവറർ ആസ് എന്ന് പറയുമോ? ക്ലെവറർ എന്ന് പറയപ്പോഴാ അതിനേക്കാൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ. ക്ലെവറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരെണ്ണേ ഉണ്ടാവാൻ പാടുള്ളൂ, അതാണ് ഏറ്റവും ക്ലെവറസ്റ്റ്, ഏറ്റവും സമർത്ഥൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ക്ലെവർ എന്ന് പറയും. ക്രോനെ പോലെ തന്നെ ക്ലെവറാണ്. അങ്ങനെയല്ല, നോ അതർ ബേർഡ് ഈസ് ആസ് ക്ലെവർ ആസ് ദി ക്രോ. ക്രോനെ പോലെ സമർത്ഥനായിട്ടുള്ള ബേർഡ് വേറെ ഇല്ല. ഓക്കെ, രണ്ടാമത്തെ. അപ്പോൾ സോ ആസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ആ വാക്കിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയാണ് എപ്പോഴും ഉപയോഗിക്കുക, ആസ് എന്ന് പറയുമ്പോൾ, അതുപോലെ എന്ന് പറയുമ്പോൾ. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. ദാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പറഞ്ഞേ? അതിനേക്കാൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ കോബ്രയേക്കാൾ ആക്രമണകാരിയാണ് ഗ്രേ മംഗൂസ് എന്ന് നമുക്ക് പറയണം. അപ്പോൾ എന്താണ്? അവിടെ കമ്പാരിസൺ ആണ് കോബ്രയും മംഗൂസും തമ്മിൽ. അപ്പോൾ മോർ അഗ്രസീവ്, കമ്പാരിറ്റീവ് ഡിഗ്രി ഇതിലേതാ? അഗ്രസീവ്, മോർ അഗ്രസീവ്, മോസ്റ്റ് അഗ്രസീവിൽ മോർ അഗ്രസീവ്. ഓക്കെ, ഇനി മൂന്നാമത്തെ. ദ ബനിയാൻ ട്രീ വാസ് ദി ഡാഷ് പ്ലേസ് ഓൺ ദി റോഡ്. എന്താണ്? ഏറ്റവും നോയ്സസ്റ്റ് പ്ലേസ്, ഏറ്റവും ബഹളമുള്ള പ്ലേസ്. ഇതിനേക്കാളും നോയ്സസ്റ്റ് പ്ലേസ് ആ റോഡിൽ വേറെ ഇല്ല. അങ്ങനെ പറയുമ്പം നോയ്സസ്റ്റ് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ദ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്കിത് സപ്പോസ് പിടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു ദ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദ ബനിയാൻ ട്രീ വാസ് ദി നോയ്സ് പ്ലേസ് എന്ന് പറയില്ല. നോയ്സർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ ഏതെങ്കിലും മരോ വേറെ എന്തെങ്കിലും പേരോ എന്തെങ്കിലും വേണം. കമ്പാരിസൺ ആണല്ലോ. നോയ്സസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹളമുള്ളത്. ഇനി നാലാമത്തെ. ദ കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. ഇത് സാധാരണ ഒരു സെൻറ്റൻസ്. കോബ്ര എന്താണ്? ഒരു കഴിവുള്ള ഫൈറ്ററാണ്. അവിടെ ആസ് ഇല്ല, ദ ഇല്ല, കമ്പാരിസൺ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണ്? സാധാരണ സ്കിൽഫുൾ ഫൈറ്റർ, നമ്മുടെ പോസിറ്റീവ് ഡിഗ്രി. ഇനി ഫിഫ്ത്ത് വൺ. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. അപ്പോൾ ദാൻ ഉപയോഗിച്ച് എന്താണ്? അതിനേക്കാൾ, മോർണിംഗിനേക്കാൾ ചൂട് കൂടുതലാണ് ഈവനിങ്ങിൽ. അപ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ എന്താ ഉപയോഗിക്കുക? ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. ഇതിൽ ഹോട്ടർ എന്ന് വരും. ദ ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദ മോർണിംഗ്. ഹോട്ടർ ആണല്ലോ കമ്പാരിറ്റീവ്. സിക്സ്ത് വൺ. ദ മൈന വാസ് ആസ് ഡാഷ് ആസ് ദി ക്രോ. ക്രോനെ പോലെ തന്നെ എന്താണ്? കണ്ടൻറ്റഡ് ആണ് മൈനയും. ആസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക. ഓക്കെ, ദ മൈന വാസ് ആസ് കണ്ടൻറ്റഡ് ആസ് ദ ക്രോ. ദി സെവൻത്ത് വൺ. ഇറ്റ് വാസ് ദി ഡാഷ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് ദ മംഗൂസ്. എങ്ങനത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞേ? തുടങ്ങുമ്പോൾ തന്നെ ദാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നാണ് പറഞ്ഞേ? സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഏറ്റവും അങ്ങേ അറ്റുള്ള വേർഡ് ഉപയോഗിക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് ദി അഡ്ജക്റ്റീവ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ബാഡ്, വേഴ്സ്, ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാ? വേഴ്സ്റ്റ്. ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. ഓക്കെ, എയ്ത്ത് വൺ എന്താ? ഇറ്റ് വാസ് വൺ ഓഫ് ദി ഡാഷ് വെക്കേഷൻസ് ദ ബോയ് ഹാഡ്. എങ്ങനത്തെ വെക്കേഷനാ? മോസ്റ്റ് അൺഫോർഗറ്റബിൾ. ലാസ്റ്റ് എക്സാമ്പിൾ പോലെ തന്നെ. നയൻത്ത് വൺ. ഗ്രാൻഡ് ഫാദർ ഈസ് ദി
ഡാഷ് മെമ്പർ ഓഫ് ദി ഫാമിലി. എങ്ങനത്തെയാ? ദാ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓൾഡ് മെമ്പർ എന്ന് വേണേൽ പറയാം. പക്ഷേ അപ്പുറത്ത് ദാ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. അപ്പം ആ ഫാമിലിയിലെ ഏറ്റവും വയസ്സനായ ഫാമിലി മെമ്പർ ആരാണ്? ഗ്രാൻഡ് ഫാദറാണ്, എൽഡസ്റ്റ് വൺ. ഓക്കെ, ലാസ്റ്റ് വൺ. ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് ഡാഷ് ആസ് ദി കോബ്ര. ആസ് വരുമ്പോൾ എന്താണ് വരിക? അതുപോലെ കോബ്രയെ പോലെ തന്നെ മംഗൂസും നാവിങ്ങനെ പുറത്തോട്ടും അകത്തോട്ടൊക്കെ ഇടുമായിരുന്നു ഇല്ലേ? സ്വിഫ്റ്റ്ലി. ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദി കോബ്ര. നിങ്ങൾക്ക് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നതാണ് ഈ ആക്ടിവിറ്റി. ലാസ്റ്റ് വൺ, ഗ്രാമർ. ഓക്കെ, അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഡയറി, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷനിൽ. ഇത് നമ്മളിത് മനസ്സിലാക്കിയാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. ഇനി വേറെ വല്ല എക്സ്പ്ലനേഷൻസും ഇതിനെക്കുറിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എൻ്റെ അടുത്ത് അറിയിക്കണം കമൻറ്റിലൂടെ. എന്നാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.